ഹായ് ചേച്ചിമാരെ, ഇന്ന് നമ്മൾ അടിപൊളി കുറച്ച് സോഫ്റ്റ് സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. നമ്മളെപ്പോഴും ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതൽ ഇട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലോങ് വീഡിയോ ഇടാനുള്ളൊരു ചെറിയൊരു പ്ലാനിങ് തുടങ്ങിയപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടുന്നുള്ളൂ. അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ് സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ്. അപ്പോൾ അത് കുറച്ച് പ്രീമിയത്തിലുള്ളതാണ് അത് നമ്മൾ വെച്ചിരിക്കുന്നത്. അത്ര എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റ് വരുന്നില്ല. ഏറെക്കുറെ നമുക്കിതൊരു 1000 അത്രയൊക്കെ തന്നെ സംതിങ് റേറ്റ് വരുന്ന സാരീസാണ്. ഒരുപാട് ബഡ്ജറ്റ് നമുക്ക് വരുന്നതല്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നല്ല അടിപൊളി സാരിയാണ്. നമുക്ക് അത് മാത്രമല്ല, ഒരുപാട് സാരീസിന്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്, അവൈലബിൾ ആണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ലോങ് വീഡിയോസ് കുറവായിരുന്നു നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓണൊക്കെ പ്രമാണിച്ച് നമ്മളിങ്ങനെ ലോങ് വീഡിയോസ് കുറച്ച് കൂടുതൽ ഇടാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ ഇടുകയാണ്. അപ്പോൾ മാക്സിമം ചേച്ചിമാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം വിചാരിച്ചതിനൊക്കെ കൂടുതൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എല്ലാ ചേച്ചിമാരുടെ നിന്നും കൂടുതൽ എൻക്വയറീസ് വരുന്നുണ്ട്, അതിനനുസരിച്ച് ലൈക്ക് വരുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലേ, അപ്പോൾ ഇനി മെല്ലെ 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 കയറി വരണം. അതറിയാലോ. കാരണം നമ്മളൊരു ഒരു ഫീൽഡിൽ തുടങ്ങി അവിടുന്ന് ക്ലച്ച് പിടിച്ച് കയറി വരിക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. അതിനനുസരിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും കളക്ഷൻസ് ഞാൻ ചേച്ചിമാർക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോസിന് ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓണൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് വരികയാണ് വീഡിയോസിന്. എന്നാലും നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചിമാരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നല്ല ഭംഗിയുള്ള, എനിക്ക് ഭംഗിയും തോന്നിയതും പിന്നെ കുറച്ചും കൂടി വെറൈറ്റി ആണെന്ന് തോന്നിയ സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ചേച്ചിമാരെ, ഇതാണ് സാരി കളക്ഷൻസ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കളക്ഷൻ മാത്രമാണ് ഒരു 900 സംതിങ് റേറ്റ് വരുന്നത്. ബാക്കി എല്ലാ കളക്ഷൻസും ഒരു 1700 സംതിങ് ആണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരീസാണ്. നമുക്ക് ഓരോന്നായിട്ട് വിടർത്തി കാണിക്കാം. ഫസ്റ്റ് ഇതിലിപ്പോൾ ഏത് സാരി കാണിക്കുക? നമുക്ക് ഈ ഒരു ഗ്രീൻ തന്നെ കാണിച്ചാലോ. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കാം. ഇതാണ് കേട്ടോ ചേച്ചിമാരെ പല്ലു പോർഷൻ. ഉള്ളിലാണ് ബോഡി പോർഷൻ. ബോഡി പോർഷനിൽ ഫുള്ളായിട്ടും ചെറിയ ചെറിയ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കുകയാണ്. നല്ല ഭംഗിയുള്ള വർക്കല്ലേ. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. നമുക്ക് ലൈറ്റിൽ ഇതിൻ്റെ കളറ് അറിയുന്നുണ്ട്. നല്ല ഭംഗിയില് കാണാൻ. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷൻ ഇതാണ് ചേച്ചിമാരെ പല്ലു പോർഷൻ. എന്ത് ഭംഗിയാണ് നോക്കുക. ഒരു മെറൂൺ കളറിലാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലവറിൻ്റെ പോലെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്ന് വെച്ചാൽ വൺ സൈഡ് ബോർഡർ ഇതിൽ ചെറുതാണ്. അതിന് അനദർ സൈഡാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമ്മൾ ബോർഡർ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ കാണാൻ. അതുപോലെ ഫുൾ ബോഡി ഇതങ്ങനെയാണ് വരുന്നത്. ഈ ഗ്രീൻ കളറിൽ തന്നെ അതിന് മെറൂൺ കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. കണ്ടോ എന്ത് രസമാണ് നോക്കി നോക്കൂ. ആ ബോർഡറും ബോഡിയും കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ്റെ ഭംഗി മനസ്സിലാവും. നല്ല രസമായിട്ടില്ലേ കാണാൻ. ഇതിൻ്റെ ഇനി ബ്ലൗസാണ്. ഒരു മിനിറ്റ്. ബ്ലൗസ് ഇതാണ് കേട്ടോ ചേച്ചിമാരെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് സെയിം പല്ലുവിൻ്റെ അതേ കളറിൽ ഒരു മെറൂൺ ഷെയ്ഡിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസിലാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. ഒരു ഡയമണ്ട് അല്ല, ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സാരി അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ഏതെടുക്കും? ഇത് ഈ സാരി എടുത്താൽ ഒരു കോഫി കളർ കയ്യിൽ നിന്ന് കുഴഞ്ഞു പോയി. അതാണ് ഈ സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു പ്രത്യേകത. കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോണ ടൈപ്പ് സാരിയാണ്. ഞാനത് ഓപ്പൺ ആക്കാം. ആ സാരിയുടെ മുകളിൽ വെച്ചതുകൊണ്ട് ഇതിനൊരു സാരിയുടെ മുകളിൽ വെച്ചപ്പോൾ ഇത് കറക്റ്റായിട്ട് എടുത്ത് കാണുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ സാരി മാറ്റിയിട്ട് ഇത് കാണിക്കാം. ഇതാണ് ചേച്ചി സാരി. സാരി നോക്കി നോക്കി എന്ത് ഭംഗിയുണ്ട് നോക്കി നോക്കി കാണാൻ. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പല്ലുവാണ്. പല്ലു പോർഷൻ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കുക. അതിലത്തെ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടില്ലേ. 1700 സംതിങ് ആണ്. അതിൽ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരു പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാരിയാണ്. ഇപ്പോൾ വെഡ്ഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് പർപ്പസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതിലൊരു സെക്കൻഡ് സാരി ആയിട്ട് യൂസ് ചെയ്യാം. കറക്റ്റ് ആയിരിക്കും ഈ ഒരു കോമ്പിനേഷനൊക്കെ. ഞാൻ ഇതാണ്ടോ ഇതിൻ്റെ ഫുൾ ബോഡി ഇതങ്ങനെയാണ് വരുന്നത്. എന്ത് ഭംഗിയാണ് നോക്കുക കാണാൻ. ഫുൾ ബോഡിയിൽ ചെറിയൊരു ലീഫിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. അതേപോലെ ഈ സാരിയിലും വൺ സൈഡ് ഗ്രീനിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. അനദർ സൈഡ് കുറച്ചും കൂടി വലുപ്പത്തിൽ ഗ്രീനിൽ തന്നെയാണ് ബോർഡർ വന്നിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് നോക്കി നോക്കൂ. നല്ല ഭംഗിയിൽ കാണാൻ. ബ്ലൗസ് കയ്യിലേക്ക് വെച്ചടിക്കാൻ പാകത്തിന് ഇതാണ്ടോ ഒരു ബോർഡർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അടിപൊളി സാരിയാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു കളർ ഷെയ്ഡ് ഏതായിരിക്കുക? നമുക്ക് ഈ ബ്ലൂ കൊടുക്കാം. ബ്ലൂവിന് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്തിരി ബ്രൈറ്റ് ചാർട്ടായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് പറ്റിയൊരു കളറാണ്
ഈ ബ്ലൂ ഷെയ്ഡ് ഞാനത് ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ. ഓരോ സാരി നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെച്ചാൽ ഒരെണ്ണത്തിൻ്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റില്ല. അതാണ് ഞാൻ ഓരോ സാരി മാറ്റിയിട്ട് കാണിച്ചു തരുന്നത്. കാരണം നമ്മുടെ ഇപ്പം ടേബിൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് ഷെയ്ഡ് അതിൽ വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് ഇടുപ്പിൽ കാണാൻ പറ്റും, നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിത് ഒരെണ്ണം മാറ്റാൻ നോക്കുന്നത്. മാറ്റി, ഓക്കെ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. ഇനി അടുത്ത സാരി കേട്ടോ. അടുത്തത് ഇതാ, നമ്മൾ ഈ ബ്ലൂ ആണ്. ബ്ലൂ സാരി എന്ത് ഭംഗിയാണ് നോക്കുക കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത്. കാരണം ഇത് ഈ ഒരു ബഡ്ജറ്റേ ഉള്ളൂ വരുന്നുള്ളൂ നമുക്ക് തോന്നില്ല. അത്രയും ഒരു പ്രീമിയം ലുക്ക് തരും ഈ സാരി. കാരണം വെയർ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുക. ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. മെറൂണാണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടില്ലേ. ബോർഡറിക്ക് ഒരു റെഡിഷ് ആണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മെറൂണ് കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ബോഡിയാണ്. ബോഡി പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ചേച്ചിമാരൊന്നും ഞെട്ടും. അത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. കാരണം നമ്മളൊരു ആഹാ നോക്കി നോക്കൂ, എന്ത് ഭംഗിയാണ് നോക്കൂ. നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. അതിൽ വർക്കാണ് മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ചെറിയ ചെറിയ വർക്കാണ്. ചില വർക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് കാണുന്നുണ്ട്. ഫുൾ ബോഡി വർക്ക് വരുന്നതും അതേപോലെ ബോർഡർ പോർഷനൊക്കെ നല്ല എടുപ്പുണ്ട്. ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഇതിൻ്റെ ബോർഡർ പോർഷനും ഇതിൻ്റെ കളർ ചാർട്ടുമാണ്. കളർ ചാർട്ട് നമ്മളിൽ നിറയെ പീസ് വരുന്നുണ്ട്. ഇതാണ് സാരിയുടെ ഓവറോൾ ബോഡി വരുന്നത്. പല്ലു പോർഷൻ നമ്മൾ പിന്നെ നേരത്തെ കാണിച്ചു വരും. ഇനി ബ്ലൗസ് ആണ് കാണിക്കാനുള്ളത്. ഇതാണ് ചേച്ചിമാരെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് അതിൻ്റെ വർക്ക് പിന്നെ നോർമലി ഇത്ര നേരം കാണിച്ച അതേ സാരികളുടെ സെയിം തന്നെയാണ്. കാരണം ഇത് കളർ ചാർട്ടാണല്ലോ. ഇതാണ് അതിൽ കയ്യിലേക്ക് വെച്ചടിക്കാൻ പാകത്തിനായിട്ടുള്ള കര. എന്ത് ഭംഗിയാണ് നോക്കി നോക്കൂ. നല്ല രസമായിട്ടുള്ള സാരി അല്ലേ. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഏതിലാണ് സെലക്ട് ചെയ്യുക. ഞാൻ ഈ സാരി ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് അടുത്ത കളർ എടുത്ത് കാണിക്കുക. നെക്സ്റ്റ് കളർ ചാർട്ട് ഇതിലിപ്പോൾ ഏതാ കാണിക്കുക. ഇത് കോഫി കളറിൽ നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ്. പക്ഷെ അത് സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ബോർഡർ കണ്ടപ്പോൾ ചെറുതാന്ന് വിചാരിച്ചു, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വലിയ ബോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം സാരി തന്നെയാണ്. ഇനി ഇത് വില കുറഞ്ഞൊരു സാരിയാണ്, നമ്മൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ്. നെക്സ്റ്റ് ഒരു സാരി എന്ന് പറയുന്നത് ഗ്രീന് കാണിക്കാം അല്ലേ. ഗ്രീന് പറയുമ്പോൾ നേരത്തെ നമ്മളൊരു ഗ്രീന് കാണിച്ചു. ആ ഗ്രീൻ ഈ ഗ്രീൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ചേച്ചിമാർക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ ഡിഫറൻസ്. ഒരെണ്ണം ഒരു കുറച്ച് ഡാർക്ക്, ഒരെണ്ണം കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഈ സാരി ഓപ്പൺ ആക്കി കാണിക്കാം നമുക്ക്. നല്ല ഭംഗിയുള്ള സാരിയാണ്. കാരണം ഇതിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം ഹൈലൈറ്റ് ആയി കാണുന്നതെന്ന് കാണുന്നേക്കാൾ കൂടുതലായിട്ടും ഇത് നേരിട്ട് കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് കേട്ടോ. നമ്മളൊന്നാമത് എടുക്കണ സമയം പറയുന്നത് ഇത്തിരി നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഇതിൽ കുറച്ച് അത്ര ഇങ്ങോട്ട് ബ്രൈറ്റ് ആയിട്ട് കാണുന്നില്ല. പിന്നെ വെളിച്ചമുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചമുള്ളതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം അതിലത്തെ വർക്കെല്ലാം എടുത്ത് കാണുന്നത്. എന്നാലും നേരിട്ട് കാണുന്ന അത്ര അതിനൊക്കെ കുറച്ച് കമ്മിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഭംഗി അതിനൊക്കെ ഒരു ലേശം കമ്മിയായിട്ട്. കാരണം ഈ ഒരു കളർ ചാർട്ട് നോക്കി നോക്കൂ. ഇതൊരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടില്ലേ. എന്ത് രസമാണ് നോക്കി. പിങ്ക് അല്ല, ഇതൊരു എന്താ പറയുക, ഒരു ബ്ലൂ അല്ല, അങ്ങനത്തെ ഒരു കളർ. നല്ല ഭംഗിയില്ല നോക്കി നോക്കുക, എന്ത് രസമാണ് നോക്കുക. പക്ഷെ അത് ആ ഗ്രീനിൽ ഇങ്ങോട്ട് ടച്ചായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നോക്കി നോക്കൂ, അത് നല്ല രസമായിട്ട് കൊടുത്തിട്ടില്ലേ. എന്ത് രസമാണ് നോക്കൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ പോർഷൻ ആണെന്ന് വെച്ചാൽ വൺ സൈഡ് വലിയ ബോർഡറും പിന്നെ അനദർ സൈഡ് ചെറിയൊരു ബോർഡറാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പിന്നെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് ചെറിയ വർക്ക് വരുന്നുണ്ട്. ബോർഡർ, ഇതാണ് ബോർഡർ പോർഷൻ. പക്ഷെ പല്ലുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു സിമെന്റ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിലാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പല്ലു പോർഷൻ ആണെച്ചാലും. ഇനി അത് ബ്ലൗസ് ഇതാ പല്ലുവിൻ്റെ സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത്. വർക്ക് മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് സ്ലീവിലേക്ക് വെച്ചടിക്കാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള കര. എന്ത് രസമാണ് നോക്കി നോക്കൂ. ഇനി നമുക്ക് മേശയിൽ സ്ഥലമുണ്ട്, അതുകൊണ്ട് ഇത് ജസ്റ്റ് അങ്ങനെ നീക്കി വെച്ചിട്ട് അടുത്ത സാരി കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് സാരി നമ്മൾ കാണിക്കാൻ പോണത് ബ്ലൂ. ഇതിൻ്റെ തന്നെ സെയിമിൽ ബ്ലൂവിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ്. എന്ത് ഭംഗിയാണ് നോക്കുക കാണാൻ. കണ്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല്ലാണ്. ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത്. നോക്കി നോക്കൂ, എൻ്റെ പൊന്നെ എന്താ ഒരു രസം നോക്കി നോക്കൂ. നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്ന് എടുക്കാൻ തോന്നില്ല ചേച്ചിമാരെ. അത് നോക്കി നോക്കൂ, അതിൻ്റെ ആ ഒരു ഇടുപ്പ് അതാണ്. നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. അതേപോലെ ഈ സ്കൈ ബ്ലൂ കുറച്ചും കൂടി എടുത്ത് കാണുന്നുണ്ട് ഈ ഒരു സാരിയിൽ. അതിൻ്റെ ഒപ്പം ഇതിൽ ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ ഓവറോൾ ബോഡി കൊടുത്തിരിക്കുന്നത്. അതേപോലെ പല്ലു ഒരു സ്കൈ ബ്ലൂ കളറും, ഒരു ബ്ലൂ എന്ന് തന്നെ പറയാം, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഈ സാരിയുടെ ബ്ലൗസ് ഇതാണ് വരുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ സ്ലീവിലേക്ക് വെച്ചടിക്കാൻ പാകത്തിനുള്ള കര പോർഷൻ.
പക്ഷെ നല്ല ഭംഗിയുള്ള സാരി ആയിരിക്കും. ഇത് ബ്രൈഡൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും സെക്കൻഡ് സാരി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ബ്രൈഡൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സാരി നമുക്ക് ബ്രൈഡൽ സാരി ആയിട്ടേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ബ്രൈഡൽ ഇത്തിരി കൂടി പ്രീമിയം സെക്ഷനിൽ വരുന്ന സാരീസ് നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട്. സെക്കൻഡ് സാരിക്ക് മാച്ചായി നിൽക്കുന്ന സാരിയാണിത്. സെക്കൻഡ് സാരി ആയിട്ട് കൺഫേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുകയില്ല, ഇതിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെയാണ്. നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാണ് നോക്കൂ. ഈ ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി കൂടിയ ടൈപ്പ് ഉണ്ട്. ഇതാണ് ആ കൂടിയ ടൈപ്പ് സാരികൾ. നല്ല ഭംഗിയിലാണ്. നമുക്കൊന്ന് ആ കൂടിയ ടൈപ്പ് സാരികളൊന്നും കാണിച്ചാലോ? കുറച്ച് ലെങ്ത് ആവും, ചേച്ചിമാർക്ക് ബോറടിക്കുമോ? എന്നാലും എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ സെക്ഷനിലെ കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആക്കി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പം നമ്മൾ ഇതിപ്പോൾ ഓരോ കളറ് ഇതിൽ നോക്കി നോക്കി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു ബ്ലൂ, ഒരു റോസ്, ഒരു റെഡ്, ഒരു അങ്ങനെ ഒരു മെറൂൺ, ഒരു ഗ്രീൻ, ഒരു ബ്ലാക്ക്, അങ്ങനെ നിറയെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇത്രയും സാരീസാണെന്ന് കാണിക്കാൻ വിചാരിച്ചത്. ഈ സാരീസും കൂടി കാണിക്കണം എന്നുണ്ട്, പക്ഷെ ഒരുപാട് ലെങ്ത് ആവും. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ ചേച്ചിമാർക്ക് ബോറടി ആവും. അപ്പം തന്നെ നമുക്ക് ഏറെക്കുറെ 10-11 മിനിറ്റ് ആവാറായി. അപ്പം ഇനി 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇനി നമ്മൾ ആ സാരീസ് ഫുള്ളും കാണിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ അത് ഭയങ്കര ലെങ്ത് ആവും. അപ്പം ഞാൻ ഓരോ സാരീസിൻ്റെ കളേഴ്സ് ജസ്റ്റ് ഇതങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. നല്ല ഭംഗിയുള്ള സാരീസ് അല്ലേ. പക്ഷെ ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയതാണ് കേട്ടോ. ഒരു 3000 സംതിങ് ഒക്കെ റേറ്റ് വരുന്നതാണ്. നമ്മൾ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് ചെയ്തു തരാവുന്ന സാരികളാണ്. പക്ഷെ ഇതിലെന്താന്ന് വെച്ചാൽ ഈ സാരീസൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ ഈ സാരീസാണ് ഇടാൻ പോകുന്നത്. കാരണം ഇപ്പം നമ്മൾ എടുത്ത വീഡിയോൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാരീസും ആ സാരീസും ഡിസൈൻ വൈസ് ഏറെക്കുറെ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ ആ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതാണ്ടോ, ആ രണ്ട് വർക്കും വരുന്ന ഡിഫറൻസ് നോക്കി നോക്കും. കണ്ടോ, രണ്ടും ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം കുറച്ച് ബ്രൈഡലായിട്ട് ഒരു ബ്രൈഡൽ സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒരെണ്ണം ഒരു സെക്കൻഡ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള രണ്ട് സാരീസാണ് ഞാൻ ഇന്ന് കാണിച്ചത്. അപ്പോൾ അതിലൊരു സാരി ഇപ്പോൾ ബ്രൈഡൽ സാരി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി നേരെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആ ഒരു സാരിയുടെ ഉറപ്പായിട്ട് ആ കളക്ഷൻ കാണിക്കുന്നതായിരിക്കും. അതിനിപ്പം ചിലപ്പോൾ കുറച്ച് കളക്ഷൻസ് കൂടി നമ്മൾ കാണിക്കും. എന്നാലും ഈ ഒരു 8-10 കളേഴ്സ് അതെന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചിരിക്കും. അതിന് 3250 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ താഴെ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എൻക്വയറി ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്ത എല്ലാ ചേച്ചിമാർക്കും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അത്രേ പറയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.